ഹലോ ഗൈസ്, ഞാനൊരു കാര്യം പറയാൻ വന്നതാണ്. എനിക്കറിയാം നിങ്ങൾക്ക് ഡൗട്ട് കാണും ഈ തമിഴ് ആരൊക്കെയാണ് പറയുന്നതെന്നുള്ളത്. എനിക്കും അത് ചിന്ന ഡൗട്ടുണ്ട്. വീഡിയോ മേക്ക് ചെയ്ത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ തമിഴ് ആർക്കും മനസ്സിലാകുന്നില്ല എന്നൊരു തോന്നൽ. സോ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു നമുക്കെന്താ മലയാളം പറയാം, കുറച്ച് തമിഴപ്പം ഇടയ്ക്കെല്ലാം ആഡ് ചെയ്യാം. ആദ്യം അഗ്രഹാരത്തിലെ എല്ലാവരും തമിഴ് പറയട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ നമ്മൾക്ക് ഓഡിയൻസിന് മനസ്സിലാകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നീട് വിചാരിച്ചു നമുക്കെന്നാൽ പിന്നെ മലയാളം പറയാം എന്നുള്ളത്. സോ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി എപ്പിസോഡിലോട്ട് പോവാം. അവളെന്തേ ഇവിടെ കരഞ്ഞിരിപ്പുണ്ടായിരുന്നു? എന്തിനാ നീ കിടന്ന് മൂങ്ങുന്നേ? അറിയില്ല എന്തിനാണോ, കേട്ടല്ലേ പാട്ട് പറഞ്ഞേ? ആ കേട്ടു. അതിനൊന്നുമില്ലേ. നിന്റെ കല്യാണം കഴിഞ്ഞൊന്നുമില്ലല്ലോ. ഇതെന്തായാലും നടക്കാൻ പോകുന്നില്ല. പാട്ടി சொன்னா அப்படியே செய்வாரு. എന്നാ നിന്റെ പാട്ടിയോട് ചെന്ന് ചെയ്യാൻ പറ. ഞാൻ എന്തായാലും ഇത് മുടക്കും. കാർത്തി, എനക്കൊന്നെ ரொம்ப പിടിക്കും. എന്തിരുന്നാലോ എന്റെ ഫാമിലി പറയുന്നത് എനിക്ക് കേൾക്കണം. ശരി, നീ നിന്റെ ഫാമിലി പറയുന്നത് കേട്ടോ, ഞാൻ എന്റെ മനസ്സ് പറയുന്നത് കേട്ടോളാം. നീ എന്നെ പണ്ണ പോற? കളി കാണാൻ പോന്നല്ലേ ഉള്ളൂ, കണ്ടറിഞ്ഞോ? മാസ് ഡയലോഗ് പറയാനേ അറിയത്തുള്ളൂ. ഞാൻ ഇതിനെ എങ്ങനെ മുടക്കും? അതാരാ? സെൽവയുടെ റൂമിലോട്ടാണല്ലോ. ഇനി വല്ല കള്ളന്മാരുമായിരിക്കോ? സെൽവ ഉള്ളിലുണ്ടല്ലോ. വാതിലും അടച്ചു. എന്താ ഇവിടെ നിക്കണേ? കല്യാണം മുടക്കാൻ പോയില്ലേ? എടി, സെൽവയുടെ മുറിയിലോട്ട് ഏതോ കള്ളം കയറിപ്പോയി. എന്തോന്ന്? കള്ളനോ? പതുക്കെ പറ പെണ്ണേ, അവനിറങ്ങി ഓടും. അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ പൊട്ടനാണോ? ഈ നട്ടുച്ചയ്ക്ക് ആരാണോ കക്കാൻ കയറുന്നേ? അതിന് കക്കാൻ കയറാൻ അങ്ങനെ സമയകാലമൊന്നുമില്ല. എന്തേ, എക്സ്പീരിയൻസ് ഉണ്ടോ? അതില്ല. എന്റെ ദൈവമേ, ഇങ്ങനൊരു മണകുടാഞ്ചനാണല്ലോ ഞാൻ പ്രേമിച്ചേ. എന്താടാ, എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല വേണ്ട, വാ നമുക്ക് ആരാന്ന് നോക്കാം. ഇപ്പൊ ഭിത്തി പടവായനെ അവര് കെട്ടിപ്പിടിക്കുന്നു. അയ്യോ, പെട്ടോ പെട്ടെന്നാ തോന്നുന്നു. നീ എപ്പോ വന്നു? ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ. അത് പിന്നെ ഞങ്ങൾക്ക് 10 ദിവസം വെക്കേഷൻ, അതിനിങ്ങ് പോന്നു. നിങ്ങൾക്ക് എന്തിന്റെ വെക്കേഷൻ? അയ്യോ, വീണ്ടും പെട്ടു. അത് പിന്നെ പൊങ്കലിന്റെ വെക്കേഷൻ. അതിന് പൊങ്കലായില്ലല്ലോ. ആകുമല്ലോ, അപ്പൊ വെക്കേഷൻ. ഇപ്പൊ എനിക്ക് നല്ലോണം വിശക്കുന്നു. ചേച്ചി വാ. സെൽവ എവിടെ നിൽക്കൂ? എന്താ റൂമിൽ കഥ അടച്ചിട്ട് രണ്ടും കൂടെ എന്തായിരുന്നല്ലോ പരിപാടി? എന്താ ചേട്ടാ ഇങ്ങനൊക്കെ പറയുന്നേ? ഇത്രയ്ക്ക് നല്ല സൽസ്വഭാവം ചുറുചുറുക്കുള്ള ചെറുക്കനായ എന്നെ കണ്ടിട്ട് ചേട്ടൻ ഇങ്ങനെ പറയാമോ? ചേട്ടനിൽ നിന്ന് ഞാനിങ്ങനൊന്നും അല്ല പ്രതീക്ഷിച്ചത്. ഇത്രയ്ക്ക് നല്ല മനസ്സുള്ള ഒരു ചേട്ടനെ എനിക്ക് കിട്ടാതെ പോയല്ലോ എന്ന് വിചാരിച്ചു ഞാൻ എത്ര തവണ കരഞ്ഞിട്ടുണ്ടെന്ന് അറിയുമോ ചേട്ടാ? പാവം ചെറുക്കൻ, വെറുതെ സംശയിച്ചു. നീ പോ മോനെ. ഓക്കെ ചേട്ടാ, ബൈ. നന്ദ, നീ എപ്പോ വന്നാറ്? ഇപ്പൊ വന്നേ ഉള്ളു പാട്ടി. അതെ, ഇപ്പൊ വന്നങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഇത് കൊളവാക്കും. എന്നിട്ട് മോൾ അകത്തുനിന്നാണല്ലോ വന്നേ. പാട്ടിക്ക് മലയാളം അറിയാവോ? അറിയാലോ, എന്റെ ഭർത്താവ് മലയാളിയായിരുന്നു. അതുപോലെ തന്നെ ലക്ഷ്മിയുടെ ഭർത്താവ് മലയാളിയാണ്, സരസ്വതിയുടെ ഭർത്താവ് മലയാളിയാണ്. അതുകൊണ്ട് എനിക്ക് നല്ല രീതിക്ക് മലയാളം അറിയാം. പിന്നെ ഇനി നിങ്ങൾ ഇവിടെ കുറച്ചുനാളുള്ളതുകൊണ്ട് ഞാൻ മലയാളത്തിൽ പറയാം, നിങ്ങൾക്കും അത് മനസ്സിലാകുമല്ലോ. അതെന്തായാലും നന്നായി. അല്ല നന്ദ, നീ പറഞ്ഞില്ല, നീ എന്താ അകത്തൊന്നും വന്നേ? അത് പിന്നെ ഞാൻ വന്നപ്പോ എനിക്ക് മുള്ളാമുട്ടി, ഞാനപ്പോ അതുകൊണ്ട് അകത്ത് കയറിയതാ. അതെ, സെൽവയുടെ റൂമില്. ഇവിടെ കൊന്നാലും ഇത് മിക്കവരും ഞാൻ പെടും. അമ്മ, എല്ലാരും വന്നിട്ടില്ലയാ, அதனால നമുക്ക് മീനാക്ഷി കോവിലുക്ക് പോകലാമാ? அதுக்கென்ன, போலாமே. അതിരിക്കട്ടു, ആദിശേഷി എങ്ക പോയാച്ച്? അതോ അവ വരാറ്? ഇതാരാ, നന്ദയോ? നീയും നിന്റെ ചേട്ടനെ പോലെ അച്ഛന് സർപ്രൈസ് തരാൻ നോക്കിയാണോ? അതൊക്കെ പോട്ടെ മോളെ, നമ്മുടെ വീട്ടിലൊരു വിശേഷം വരാൻ പോവാ. ആരെങ്കിലും പറഞ്ഞു നിന്നോട്? അച്ഛൻ തന്നെ പറയാം, നമ്മുടെ കണ്ണന്റെയും സെൽവന്റെയും കല്യാണം ഉറപ്പിച്ചു. ആനന്ദിന്റെയും കൂടെ ഉറപ്പിക്കണമെന്നാ. ഒരു പെൺകുട്ടിയെ നോക്കണം.
നീയും കുറച്ച് പെണ്ണ് കാണലുമായിട്ടാ ഇനി നമ്മൾ കുറച്ച് തിരക്കിലായിരിക്കും. നിന്റെ ചേട്ടന്റെ കല്യാണമല്ലേ, അത് നിന്റെ കൂട്ടുകാരികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ഓഹോ, പിന്നെ ഞാൻ അറിഞ്ഞു. എൻ്റെ സെൽവണ്ണന് ഞാൻ എൻ്റെ കൂട്ടുകാരെ തന്നെ നോക്കിത്തരാം, അല്ലേ സെൽവണ്ണ? ഒരു ഒലക്കീറും വെള്ളത്തുണിയും എടുത്തോളൂ എന്നെ മൂടാൻ. അതൊക്കെ പോട്ടച്ചാ, ഇന്ന് എല്ലാരും വീട്ടിലുള്ള ദിവസമല്ലേ, എല്ലാവർക്കും വൈകിട്ട് അമ്പലത്തിൽ പോവാം. ആ, ആനന്ദ് പറഞ്ഞ ശരിയാ, വീട്ടിലൊരു നല്ല കാര്യം നടക്കാൻ പോകുമ്പോൾ അമ്പലത്തിൽ പോകുന്നതൊക്കെ നല്ലതാ. ആ, നമുക്ക് പോവാം. വൈകിട്ട് എല്ലാരും റെഡിയായി നിൽക്കണം കേട്ടോ. അപ്പ ഞാനിപ്പോ വരാവേ. അനു സൂര്യ എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ പോയി തൊഴുതിട്ട് വന്നോ? ചേച്ചി ഞാനും വരുന്നു. എന്നാ പിന്നെ ഞാനും വരുന്നു. എന്നാ നിങ്ങൾ പോയിട്ട് വാ, ആനന്ദ സെൽവയും കൂടെ പോ, ഞങ്ങൾ പോയി തൊഴുതിട്ട് വരാം. ആ ഓക്കെ അപ്പാ. കണ്ണ ഇവിടെ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? അല്ല സൂര്യ എന്തിയെ? ദോ വരുന്നു. ഹലോ ഗൈസ്. ആ ഹായ് ഹായ്. ആ പിന്നെ എനിക്ക് നിന്നോട് കുറച്ച് കാര്യം പറയാനുണ്ട്. പാട്ടിക്ക് വെക്കേഷൻ തീരുന്നതിന് മുന്നേ ആനന്ദേട്ടന്റെ കല്യാണം കാണുമെന്ന്, സെൽവേട്ടന്റെ. അതുകൊണ്ട് സെൽവേട്ടന്റെ എന്റെയും കല്യാണം ഉറപ്പിച്ചു. ആനന്ദേട്ടന്റെ പെണ്ണാലോചിക്കുക. എന്ത് പണിയാ കണ്ണ നീ കാണിച്ചേ? നിനക്കത് അപ്പഴേ പാട്ടിയോട് തുറന്നു പറഞ്ഞു വിടായിരുന്നു നിനക്ക് ഒരാളെ ഇഷ്ടമാണെന്ന്. ഇനി ഇത് വെച്ച് നീട്ടിക്കൊണ്ട് പോയാ എന്തുവാ നീ ചെയ്യാൻ തീരുമാനിച്ചേക്കുന്നേ? ആ, എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. അതെങ്ങനെ അനു, ഞാൻ അവളോട് എത്ര നാളുകൊണ്ട് പറയാ വീട്ടിൽ തുറന്നു പറയാൻ. വെറുതെ ഇങ്ങനെ വെച്ചോണ്ട് പോയാൽ വലിയ പ്രശ്നമാകുവേ. എടി നീ ഞങ്ങൾ പറയുന്ന കേക്ക്, നീ വീട്ടിൽ ചെന്ന് പറ. വെറുതെ ഇതിനി വലിയ പ്രശ്നമാക്കാതെ. അല്ലെ നീ കാർത്തികിനോടെങ്കിലും പറ. അവനാണെങ്കിൽ ധൈര്യമുള്ള കൂട്ടത്തിലല്ലേ, അവൻ പറയും. അല്ലേതേ നമ്മുടെ സൂര്യ പറയും. സൂര്യയെ കൊണ്ട് നമുക്ക് പറയിപ്പിക്കാലോ. അയ്യടാ, ഇനി ഞാൻ പറഞ്ഞിട്ട് വേണം എനിക്ക് ഇനി അവരുടെ നിന്ന് തല്ല് കിട്ടാൻ. ഞാൻ അവരെ ഇവളെ സപ്പോർട്ട് ചെയ്തെന്നൂടെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ എന്റെ കാര്യം പോക്കാം. എടി നീ ഒരു കാര്യം ചെയ്യ്, നീ തന്നെ പറ, അതേ നടക്കും. ബെസ്റ്റ്. കാർത്തിക് കല്യാണം മുടക്കാൻ എന്തൊക്കെയോ പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞ് നടക്കുന്നു. എന്താകോ എന്തോ. ദേ കണ്ണ, നിന്റെ ചേട്ടൻ വരുന്നു. അനു, സൂര്യ, ഇവരെന്റെ കൂട്ടുകാരാ. കേരളത്തിൽ എന്റെ കൂടെ പഠിക്കുന്നവരാണേ. ഇവൻ കാർത്തിക്, ഇവൾ ആദ്യ. ദേ ഇവരാ അനുവും സൂര്യയും, നമ്മുടെ കണ്ണന്റെ കുട്ടിക്കാലം മുതലുള്ള കൂട്ടുകാരാ. എപ്പോഴും ഇവര് 3 പേരും ഒരുമിച്ച് നടക്കത്തുള്ളൂ. ത്രിമൂർത്തികൾ എന്നാ നാട്ടിൽ അറിയപ്പെടുന്നത്. ഹലോ. ഹലോ സിൽവ, നിനക്ക് കോൾ അടിച്ചല്ലോ. നീ ഞങ്ങളുടെ കണ്ണനെയല്ലേ കെട്ടാൻ പോന്നേ? നിനക്കറിയാലോ ഇവിടെ കോളേജിൽ എത്ര പേര് ഇവളുടെ പുറകെ നടന്നേന്ന്. ഞാനും കുറെ നാളൊക്കെ നടന്നയാ. എന്നാലും ഇവളെ കിട്ടാനുള്ള ഭാഗ്യം നിനക്കാണല്ലോ. ഇവനെ അങ്ങ് കൊന്നാലോ? അല്ലെ വേണ്ട, ജയിലിൽ പോകേണ്ടി വരും. അതെ കണ്ണ, എടി നിന്റെ പുറകെ എപ്പോഴാടി ആൾക്കാരൊക്കെ നടക്കാൻ തുടങ്ങി? ഇവൻ എപ്പോഴാ നിന്റെ പുറകെ നടന്നേ? ഇവൻ എന്റെ പുറകെല്ലായിരുന്നു നടന്നുകൊണ്ടിരുന്നേ. ഇതൊക്കെ അപ്പോ ആർക്കറിയാം. ആ മതി, വാ കണ്ണ, നമുക്ക് വീട്ടിൽ പോവാം. എന്നാ ശരിയാനോ, ഞാൻ പോവാ. ബൈ സൂര്യ. എപ്പോഴാണ് ആമ്പിള്ളേരൊക്കെ ഇവിടെ പുറകെ നടക്കാൻ തുടങ്ങി? എടി അത് പിന്നെ ഞാൻ നൈസിലൊന്ന് എറിഞ്ഞു നോക്കിയതാ. മനസ്സിലായില്ലേ? എങ്ങാണ് അവന് ജലസടിച്ചിട്ടേ പെട്ടെന്ന് പോയിട്ട് അവരോട് പോയി കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് പ്രശ്നം പെട്ടെന്ന് തീരത്തില്ലേ? എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? എന്റെ ദൈവമേ, ഇത്രയും നല്ല ബുദ്ധി വേറെ ആർക്കും കൊടുക്കല്ലേ. കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധിനെങ്കിലും വിളിക്കായിരുന്നു. എടാ, എനിക്ക് നല്ലോണം ബോറടിക്കുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ഗെയിം കളിച്ചാലോ? ആടി നമുക്കാണേല് ട്രൂത്ത് ഓർ ഡെയർ കളിച്ചാലോ? ആ, ട്രൂത്തോടെ ഇറങ്ങി ട്രൂത്തോടെ ഇറങ്ങി. ഞാൻ ആദ്യം കിടക്കാവേ. ട്രൂത്ത് മാത്രം എന്നാ പറയാം, അല്ലെങ്കിൽ പാട്ടി നമ്മളെ വിട്ടിട്ട് ഓടിക്കും. കറക്റ്റ് കാർത്തിക്കിനെ തന്നെ കിട്ടി. ഞാൻ നിന്നോടൊരു ഫ്രഷ് ചോദ്യം ചോദിക്കാം. എടാ, നീ ആണെങ്കിൽ ഏറ്റവും ക്രഞ്ചസ്റ്റ് ആയിട്ട് മെസ്സേജ് അയച്ചിട്ടുള്ള പെങ്കൊച്ചേതാ? ആ മെസ്സേജ് എന്തുവാ? അത് മാത്രം പറഞ്ഞാൽ മതി. അങ്ങനൊക്കെ ചോദിച്ചാ ഞാൻ സത്യം പറയാലോ, എന്റെ ഫോണിൽ ആകെയുള്ള പെമ്പിള്ളാരുടെ നമ്പർ എന്ന് പറയുന്നത് ഒന്ന് കണ്ണന്റെയും ഒന്ന് ആദ്യയുടെയും. പിന്നെ മെസ്സേജ് ഏതാന്ന് ചോദിച്ചാ അത് കണ്ണൻ അയച്ചതാണ്. അത് പിന്നെ നീ മസ്റ്റ് ബി ടയേർഡ് ആയിരിക്കും, കാരണം എന്റെ മനസ്സിൽ എപ്പോഴും നീ ഓടിക്കൊണ്ടിരിക്കല്ലേ എന്നുള്ളത്. അയ്യേ ക്രിഞ്ച്. ആദിശേഷങ്ങളെ, ഓ വാവ്, എൻ്റെ കണ്ണൻ്റെ ആ ഭാഗ്യം നോക്കിക്കോണേ, ഇത്രയ്ക്ക് സ്നേഹിക്കാൻ പറ്റുന്ന ഒരാളെ കിട്ടിയത്. വാവ്, റിയലി അമേസിങ്. അന്ധ ഭയം ഒരുക്കട്ടും. അപ്പോ നീ മേടിക്കുന്ന പെമ്പിള്ളാരുടെ നമ്പറൊക്കെയോ?
അത് മേടിക്കത്തേ ഉള്ളൂ, യൂസ് ഒന്നും ഇല്ല. എന്ത് യൂസ്? അയ്യോ കണ്ണ, നീ വിചാരിക്കുന്നതിനെ കൊണ്ടില്ല. എനിക്ക് എന്റെ കണ്ണനല്ലാതെ വേറെ ആരാ ഉള്ളേ? ആ ഉവ്വ ഉവ്വ. അടുത്ത് ഞാൻ സ്പിൻ ചെയ്യാം. അതേ നിനക്കുള്ള പണി ഞാൻ ഇപ്പൊ തരാടി. നിനക്ക് ആരോടെങ്കിലും പ്രേമമുണ്ടോ? ഇഷ്ക്, മൊഹബത്ത്, പ്യാർ? അങ്ങനൊക്കെ ചോദിച്ചാ എനിക്കൊരാളെ ഇഷ്ടം. അത് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. നീ ഒറ്റ ചോദ്യം ചോദിച്ചു, ഞാനുള്ള ഉത്തരം പറഞ്ഞു. നീ അടുത്ത കറക്കിൽ നീ അടുത്ത ചോദ്യം ചോദിച്ചാൽ മതി. ആനന്ദ്, സെയിം ക്വസ്റ്റ്യൻ. ഡു യു ഹാവ് എനി ലവ് ആൻഡ് വാട്ട് ഈസ് ഹർ നെയിം? എടാ അങ്ങനെയൊക്കെ ചോദിച്ചാ എനിക്കൊരാളെ ഇഷ്ടമാണ്. കുറെ നാളായി കണ്ടപ്പോൾ തൊട്ടുള്ള ഇഷ്ടം എനിക്ക്. ഞാനത് അവളോട് പറഞ്ഞിട്ടില്ല. ആരാന്ന് ചോദിച്ചാ ആദ്യം. എനിക്കറിയാം നിങ്ങൾ ഞെട്ടിക്കാണുന്നു, പക്ഷെ എനിക്ക് ആളെ ഒത്തിരി ഇഷ്ടമായിരുന്നു. മതി, അടുത്ത ആളോട് ചോദിക്കേ. ഇന്ന് ഇത്രയും മതി. ഇപ്പൊ ഒത്തിരി സമയല്ലേ, എല്ലാരും പോയി കിടന്നു. നിനക്കെന്നെ ഇഷ്ടമായിരുന്നു. നീ എന്നോട് നേരത്തെ പറയുന്നേ. എനിക്ക് കാർത്തികിന് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ പോലും നീ എന്നോട് പറഞ്ഞില്ല. എടി, നീ എന്നെ മാനസികാവസ്ഥ മനസ്സിലാക്കണം. ഞാൻ ഇഷ്ടപ്പെടുന്ന പെണ്ണ് എൻ്റെ കൂട്ടുകാരനെ ഇഷ്ടപ്പെടുന്നു. ഞാനപ്പോൾ എങ്ങനെ പറയാനാ നിന്നോട്? എനിക്ക് വിട്ട് പറ്റിയില്ലടി. പിന്നെ ഞാൻ നിന്നോട് അധികം മിണ്ടിയിട്ട് പോലും ഇല്ലല്ലോ. എനിക്ക് അതിനുള്ള അവസ്ഥയല്ലായിരുന്നു. എടാ പൊട്ടാ, നീ എന്നോട് നേരത്തെ പറഞ്ഞിരുന്നല്ലേ നിനക്ക് ആദ്യമേ ഒരു ലൈൻ സെറ്റായിന്. എന്താണ്? എടാ നിന്നോട് ഞാൻ കാർത്തികിന് ഇഷ്ടമാന്ന് പറഞ്ഞാൽ നിന്നെ ജലസാക്കാൻ വേണ്ടിയാ. അതുപോലെ നിനക്ക് മനസ്സിലായില്ലേ? അത് ഓർത്തിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. നിനക്ക് അന്നെങ്കിലും എന്നോട് പറഞ്ഞുകൂടായിരുന്നു. എടി ഞാനതങ്ങനെ വിചാരിച്ചില്ല. ഞാൻ ഓർത്ത് നിനക്ക് കാർത്തികിനെ എനിക്ക് ഇഷ്ടമാണ്. ഇങ്ങനൊരു മണ്ടൻ. ആനന്ദേ, ഐ ലവ് യു. ആദി, ഐ ലവ് യു ടു.